നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി മൂലമുണ്ടായ കടുത്ത പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. പ്രതിസന്ധി നേരിടുന്ന വ്യവസായ വാണിജ്യ മേഖലകൾ ശക്തമാക്കാൻ മടങ്ങിപ്പോയ പ്രവാസികൾ അടക്കമുള്ളവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. ഇതിനായി വിസ ചട്ടങ്ങളിലടക്കം ഇളവുകൾ നൽകുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രതിസന്ധി മറികടക്കാൻ പ്രവാസികളെ തിരികെ എത്തിക്കുന്ന ശ്രമം തുടരുമ്പോഴും മറുഭാഗത്ത് സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി പ്രവാസികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയാണ്. ഘട്ടം ഘട്ടമായാണ് ഓരോ മേഖലയിലും സ്വദേശിവൽക്കരണം നടത്തുന്നത്. ഇപ്പോഴത്തെ കുവൈറ്റിലെ പബ്ലിക് വർക്ക്സ് മന്ത്രാലയത്തിൽ നിന്ന് 80 പ്രവാസി ജീവനക്കാരെ പിരിച്ചുവിടുന്നതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. മന്ത്രാലയം അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഇസ്മായിൽ അൽ ഫായിലഖാവിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. 2021 മാർച്ചോടെ ഇവരുടെ സേവനം അവസാനിപ്പിക്കാനാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. മന്ത്രാലയത്തിന്റെ പ്രവർത്തന രീതി മെച്ചപ്പെടുത്താനും സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി കുവൈറ്റ് സ്വദേശികളെ ശാക്തീകരിക്കുന്നതിന്റെയും ഭാഗമായുള്ള അടുത്ത ഘട്ട നടപടികളാണിതെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. മന്ത്രാലയത്തിലെ കൺസൾട്ടന്റുമാർ, അക്കൗണ്ടന്റുകൾ, എഞ്ചിനീയർമാർ തുടങ്ങിയവരാണ് ഈ പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കമ്മീഷൻ, സ്പെഷ്യൽ കോൺട്രാക്ട് വ്യവസ്ഥകളിൽ ഉണ്ടായിരുന്നവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിയമ നടപടികളുടെ ഭാഗമായി ഈ ജീവനക്കാരുടെ സേവനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകിക്കഴിഞ്ഞതായാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.